എങ്ങനെയുണ്ടായിരുന്നു മാത്സ് എക്സാം ഒക്കെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ടായിരുന്നു? കാണിക്ക് നല്ലായിരുന്നാ? നമ്മള് പഠിച്ച ക്വസ്റ്റ്യനൊക്കെ തന്നെ വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ എനിക്ക് കുറച്ചുപേരൊക്കെ അയച്ചു തന്നിട്ട് അപ്പൊ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കണ്ടു കഴിഞ്ഞപ്പോ അടിപൊളിയായിരുന്നു. ഞാൻ 3 വർഷമായിട്ട് ഇവിടെ പഠിക്കുന്നു. പക്ഷേ ഈ വർഷം എനിക്ക് ഏറ്റവും വളരെയധികം യൂസ്ഫുൾ ആയ വർഷമാണ്. കാര്യം എന്ന് വെച്ചാല് ഇപ്പൊ എക്സാം എഴുതിയ എല്ലാ എക്സാമും A ക്ലാസ്സിൽ പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യനും വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ മാത്സ് അതേ ക്വസ്റ്റ്യൻസ് തന്നെ വന്നിട്ടുണ്ടപ്പോൾ അത് സന്തോഷമായിരുന്നു. സാറ് പറഞ്ഞ കുറെ ക്വസ്റ്റ്യൻസ് അതേപോലെ തന്നെ വന്ന് നല്ലൊരു വർഷമായിരുന്നു. ഈ വർഷം കുറെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ പഠിക്കാൻ പറ്റി, നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് പാടാന്ന് പറയുമ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറെ പേർക്ക് ഇത് കയറാൻ നല്ലൊരു ക്ലാസ് ആയിരുന്നു. ഇത്രയും വർഷം 3 വർഷവും ഞാൻ നല്ല രീതിയിൽ പഠിച്ച് നല്ല മാർക്കൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇത്രയും വർഷവും ഡെയിലി എക്സാമിനെ കുറിച്ച് ഭയങ്കര എഫക്റ്റീവ് ആയിരുന്നു. ആ ഒരു എക്സാം ഒക്കെ നല്ല രീതിയിൽ അടിപൊളി. കയറിയതിനു ശേഷമാണ് എനിക്ക് നല്ല മാർക്ക് തന്നെ കിട്ടിയത്. എന്നെ കുറിച്ച് മോശം പറഞ്ഞവർക്കൊക്കെ നല്ലൊരു പാടായിരുന്നത്. അതാണ് റിവെഞ്ച് എന്നൊക്കെ പറഞ്ഞാൽ, അതാണ് റിവെഞ്ച്. യെസ്, അത് കേൾക്കുമ്പോൾ സന്തോഷം ഉണ്ടല്ലോ. പുള്ളി കേട്ടോ, അടിപൊളി. 9ാം ക്ലാസ് വരെ ഞാൻ ഉണ്ടായിരുന്നു. 10ാം ക്ലാസ് റിസൾട്ട് വളരെയധികം എന്നെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിച്ച ഒരു റിസൾട്ട് ആയിരുന്നു 10ാം ക്ലാസ് റിസൾട്ട്. എന്റെ വീട്ടുകാർക്ക് എല്ലാവർക്കും സന്തോഷമായിരുന്നു. പ്രത്യേകിച്ച് ടീച്ചേഴ്സ്മാർക്ക്, ഷാഡോ ടീച്ചറിനൊക്കെ ഭയങ്കരമായിട്ട് എന്നെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഷാഡോ ടീച്ചേഴ്സ് ഒക്കെ നല്ല എക്സാം ആയിരുന്നു. കൂട്ടത്തിലെ ഏറ്റവും നല്ല എക്സാം മാത്സ് ആയിരുന്നു. എന്ന് വെച്ചാൽ ഈ വിന്നേഴ്സ് നടക്കുന്ന ആ ഒരു 3 ദിവസത്തെ A ക്ലാസ് തന്നെ മാത്സിന്റെ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ചാൽ എല്ലാ ടൈപ്പിലുള്ള ഡിഫിക്കൽട്ടിയിലുള്ള ക്വസ്റ്റ്യൻസ് എങ്ങനെ ഈസി ആയിട്ട് വന്നാലും ടഫായിട്ട് വന്നാലും നമുക്ക് മാക്സിമം സ്കോർ ചെയ്യാനുള്ള എല്ലാ കാര്യവും നമുക്ക് വിന്നേഴ്സിന്റെ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്നുണ്ട്. അത് പ്രത്യേകിച്ച് A ക്ലാസ്സിൽ ഭയങ്കര ഒരു ഹാപ്പിനെസ് ഉണ്ടായിരുന്നു. എന്ന് വെച്ചാൽ സാറ് പറഞ്ഞ കുറെ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നപ്പം നമുക്ക് അറിയാന്നുള്ള ഒരു കോൺഫിഡൻസ് നമുക്ക് ചെയ്യാൻ പറ്റി. നല്ല എക്സാം ആയിരുന്നു, എഴുതാനെല്ലാം പറ്റി. പിന്നെ ഡെയിലി എക്സാംസ്, ആ രാവിലെയുള്ള എക്സാംസ് ഒക്കെ നല്ല എഫക്റ്റീവ് ആയിരുന്നു. അതനുസരിച്ച് നമുക്ക് പഠിച്ചു പോകാനെല്ലാം പറ്റുന്നുണ്ട്. ടൈമിന് പോർഷൻസ് ഒക്കെ കവർ ചെയ്യാം. വിന്നേഴ്സിലെ ക്ലാസ്സസിനെ പറ്റിയൊക്കെ പറയാറുണ്ട്. പിന്നെ ഓൺലൈൻ ആയതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോഴും ഞാൻ പറയാറുണ്ട്, സാധാരണ ഉള്ള ഓൺലൈൻ ക്ലാസ് പോലെ അല്ല, നല്ല രീതിയിൽ ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള ക്ലാസ്സസ് ആണ്. പിന്നെ ടീച്ചേഴ്സ് ഒക്കെ എപ്പോഴും നമുക്ക് മോണിറ്ററിങ്ങിനൊക്കെ ഒരാളെ നോക്കാൻ തന്നെ കുറെ പേര് ഉണ്ടാവുന്നൊക്കെ പറഞ്ഞു. അന്നേരം കുറെ പേര് നോക്കാന്ന് പറഞ്ഞു. അടിപൊളി എക്സാം ആയിരുന്നു. മറ്റേ വിന്നാസിലെ നോട്ടൊക്കെ അത് നോക്കി ഞാൻ പഠിച്ചേ. അതിന്റെ അകത്ത് നമ്പർ പോലും മാറ്റേണ്ട ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നു. അടിപൊളി എക്സാം ആയിരുന്നു. പിന്നെ മറ്റേ സീക്വൻസ് ആൻഡ് സീരീസിലൊക്കെ ഞാൻ അതൊക്കെ രാവിലെ നോക്കിയ പാടമൊക്കെ അതുപോലെ നമ്പർ പോലും മാറ്റാണ്ട ചോദിച്ചു. അടിപൊളി എക്സാം ആയിരുന്നു. 6 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരുന്നു. പിന്നെ കുറച്ച് പാടായിട്ട് വന്നത്. പക്ഷെ 6 മാർക്കിന്റെ എല്ലാം വിന്നാസി പറഞ്ഞ വന്നേ. നന്നായിട്ട് പഠിച്ചെന്ന് പറഞ്ഞത്. പിന്നെ ക്ലാസ് തന്നെ ഒത്തിരി കുട്ടിക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. പഠിത്തത്തിലൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട്. ഒത്തിരി ഉപകാരപ്രദമായിട്ടുണ്ട് ക്ലാസ്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്ട് ഫസ്റ്റ് മാത്സ് ആണ്. അപ്പൊ മാത്സ് എനിക്ക് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോ നല്ല സന്തോഷമായി. കാരണം പറഞ്ഞതൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ സാറ് കാണിച്ച ഓരോ ചോദ്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ബാക്കിയുള്ള വിഷയം കുഴപ്പമുണ്ടായിരുന്നില്ല. പക്ഷെ മാത്സ് ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റ് ഉള്ളത്. അപ്പോ സാറായിട്ട് പറഞ്ഞ എല്ലാ ചോദ്യങ്ങളും വന്നു. പിന്നെ നല്ല ഇഷ്ടമായി മാത്സ് എക്സാം എന്തായാലും. മാത്സ് നമുക്ക് എളുപ്പമുണ്ടായിരുന്നു പറഞ്ഞു. പിന്നെയുള്ള വിഷയങ്ങള് കുഴപ്പമില്ല. എന്നാലും മാത്സ് ആണ് കൂടുതൽ എനിക്ക് താല്പര്യം ഇഷ്ടമായത്. എക്സാം ഒക്കെ കഴിഞ്ഞപ്പോ അത് കൂടുതൽ ഇഷ്ടമായി അല്ലേ? എങ്ങനെ ഉണ്ടായിരുന്നു എക്സാം ഒക്കെ? ടഫായിട്ട് വന്ന മാത്സ് സബ്ജക്റ്റ് ആയിരുന്നു. പക്ഷെ എക്സാം എഴുതിയപ്പോ എളുപ്പമായിട്ട് വന്നിട്ട് മാത്സ് എക്സാം. പിന്നല്ല പറയാനുണ്ടോ, ക്ലാസ് എല്ലാം എളുപ്പമുള്ളതായിരുന്നു. ചോദിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ഒട്ടുമിക്ക വന്നിട്ടുണ്ട്. അമ്മൊന്നും പറയുന്നില്ല. അവൻ മാത്സ് എക്സാം കഴിഞ്ഞ് വന്നപ്പോഴാണ് ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളത്. ഫുള്ളൊക്കെ കിട്ടുന്നൊക്കെ പറയാനുണ്ടായിരുന്നു. ഫിസിക്സ് ആയിരുന്നു ഇത്തിരി ടഫ് ഉണ്ടായിരുന്നത് കഴിഞ്ഞ 10ാം ക്ലാസ്സിലൊക്കെ വെച്ച്. ഇപ്പൊ അത് നോർമലി കുഴപ്പമില്ലാണ്ടായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫുള്ള് ഭയങ്കര സന്തോഷമാണ്. കഴിഞ്ഞ കൊല്ലം വിന്നേഴ്സിലായിരുന്നു, ഇക്കൊല്ലം വിന്നേഴ്സിലാണ്. നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. പിന്നെ ഡെയിലി എക്സാംസിന്റെ ഇതൊക്കെ കാരണം കൊണ്ട് നല്ല ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. കേൾക്കണേല് വളരെ സന്തോഷം. ഞാൻ എല്ലാ സാറന്മാരോടും പറഞ്ഞു. നല്ലോണം പഠിക്കുന്നുണ്ട്. സംഗീത മാമാണ് ഇവരുടെ ടീച്ചർ. നല്ല തന്നെ പറയാം. ടീച്ചർ വിളിക്കുമ്പോഴും നല്ല തന്നെ. പിന്നെ വേറെ കുഴപ്പമൊന്നുമില്ല. അങ്ങനെ കുത്തക്കാടൊന്നും കാണിക്കാത്തവർക്ക് ക്ലാസ്സിൽ ചില കാലത്ത് കുത്തക്കാട് കാണിക്കണ്ടായിരുന്നു. അപ്പൊ സാറൊക്കെ എന്നെ വിളിച്ചിട്ടുണ്ടോ 1-2 ട്രിപ്പ്, അത്രേ ഉള്ളൂ. എക്സാമിന്റെ സമയത്ത് വരുമ്പോൾ നല്ലോണം ഫോക്കസ് ചെയ്ത് നമ്മുടെ നൈറ്റ് ക്ലാസ്സും അതൊക്കെ നല്ലോണം ചെയ്തിരിക്കാറുണ്ട്. റിവിഷൻ ക്ലാസ് ഒന്നും ഒറ്റ ദിവസം മുടക്കിയിട്ടില്ല. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്തതിന്റെ എല്ലാ റിസൾട്ടും അവന് കിട്ടട്ടെ.
അതിന്റെ ഒരു ഇതുണ്ട് എപ്പോഴും കേട്ടോ. ആ റിവിഷൻ ക്ലാസ് ഒക്കെ നല്ലോണം അറ്റൻഡ് ചെയ്താൽ നല്ലൊരു ഇതുണ്ട്. എങ്ങനെയുണ്ടായിരുന്നു പറ കേക്കട്ടെ. അടിപൊളിയായിരുന്നു. തകർത്ത എക്സാം ഒക്കെ? അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാ ഇതിപ്പോ ക്ലാസ് ഒക്കെ നല്ലോണം ഉപകാരപ്പെട്ടു. പിന്നെ ഏറ്റവും കൂടുതൽ എനിക്ക് ഉപകാരപ്പെട്ടായിട്ട് തോന്നിയത് ഡെയിലി എക്സാംസ്. കാരണം എനിക്ക് എപ്പോഴും പരീക്ഷ എഴുതുമ്പോൾ ടൈം കിട്ടാതെ വരുമായിരുന്നു. പിന്നെ അതിങ്ങനെ ഡെയിലി എക്സാം എഴുതി പിന്നെ ടൈം മാനേജ്മെന്റ് ആയി. പിന്നെ പഠിക്കാനുള്ളതും എല്ലാം നല്ലോണം ഇമ്പ്രൂവ് ആയി. കാരണം പിന്നെ ടീച്ചർമാരുടെ സപ്പോർട്ടും സാറുമാരെ എടുക്കണ രീതിയും എല്ലാം ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഒരു രീതിയിലാണ് എനിക്ക് തോന്നിയേക്കണം. അതുകൊണ്ട് അതിന്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അല്ല, എക്സാം ഈസി ആയിരുന്നു എന്നാ പറഞ്ഞത്. ടെൻത്തില് തന്നെ എക്സാമിന് അറിയുന്ന ക്വസ്റ്റ്യൻ തന്നെ അവന് എഴുതാൻ പറ്റിയില്ല, സമയം കിട്ടിയില്ല എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഡെയിലി എക്സാം നടക്കുന്നത് കൊണ്ട് അവന് ആ സമയം ഇപ്പൊ ആദ്യമൊക്കെ സ്ലോ ആയിരുന്നു. ഇവിടെ ഡെയിലി എക്സാം എടുക്കുമ്പോഴും ചിലപ്പോ എഴുതാൻ പറ്റില്ല എന്നൊക്കെ പറയും. പക്ഷെ ഇപ്പൊ ആകെ സ്പീഡായി. അത് ഡെയിലി എക്സാം ഇടുന്നതിന്റെ ഒരു ഗുണം തന്നെയാണ്. 10th ഉണ്ടായ അത്രയ്ക്കും ഫ്രീ ആയിട്ടായിരുന്നു. പ്ലസ് 1 വന്നപ്പോ ക്ലാസ്സുകളൊക്കെ കുറച്ചും കൂടി ഫ്രീ ആയിട്ടായിരുന്നു ക്ലാസ്സുകൾ. പിന്നെ 11th പോർഷൻസ് കൂടുതലുള്ളതുകൊണ്ട് അതിൻ്റെതായ ടൈറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ അതുകൊണ്ട് തന്നെ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു ആ ക്ലാസ്സുകളൊക്കെ. എക്സാമുകളൊക്കെ ആയാലും നല്ല എളുപ്പമായിട്ട് എഴുതാൻ പറ്റി. ഇത്തിരി പേടിയൊക്കെ ഉണ്ടായിരുന്നു, പോർഷൻസ് ടഫായി, ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ടഫായി വന്നപ്പോ. അതുകൊണ്ട് പിന്നെ ഉണ്ടായ ക്ലാസ്സുകളൊക്കെ അതിന് ബേസ് ചെയ്ത് ക്ലാസ്സുകൾ വന്നപ്പോ പിന്നെയും എളുപ്പമായി തോന്നി. എക്സാമുകളൊക്കെ നല്ലപോലെ എഴുതാൻ പറ്റി. എല്ലാം ഈസി ആയിട്ട് എഴുതാൻ പറ്റി. സമയത്തിനുള്ളിലൊക്കെ എഴുതി തീർക്കാനൊക്കെ പറ്റി. അപ്പൊ പിന്നെ പറ കേക്കട്ടെ, എന്തൊക്കെ ഉണ്ടായിരുന്നു നമ്മുടെ മാത്സ് എക്സ്പീരിയൻസും അതുപോലെ തന്നെ ബാക്കി സബ്ജക്ട്സിന്റെ എക്സ്പീരിയൻസ് ഒക്കെ ഒന്ന് കേക്കട്ടെ. എനിക്ക് ബയോളജി കെമിസ്ട്രി കുറച്ച് കടുപ്പായിട്ട് തോന്നി, ബാക്കിയൊന്നും കുഴപ്പമില്ലായിരുന്നു. മാത്സ് നല്ല ക്ലാസ്, ക്ലാസ് നല്ലതായിരുന്നു. അതിനോട് കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ട് കൊടുത്തോണ്ട് എനിക്ക് നല്ല മാർക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ കേക്കട്ടെ പ്ലസ് 1 എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, നമ്മുടെ ഒരു കൊല്ലത്തെ എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ കേക്കട്ടെ. നമ്മുടെ ഡെയിലി എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, നമ്മുടെ ചാപ്റ്റർ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു, പിന്നെ അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും മക്കൾക്ക് അറിയാമല്ലോ, അതൊക്കെ ഒന്ന് പറഞ്ഞേ കേക്കട്ടെ. ഫസ്റ്റത്തെ റിവിഷന് എനിക്ക് മാർക്ക് തീരെ കുറവായിരുന്നു. സെക്കൻഡ് റിവിഷൻ ആയപ്പോൾ കുറച്ചുകൂടെ മാർക്ക് കൂടി. പിന്നെ തേർഡ് റിവിഷൻ ആണെങ്കിൽ അത് കുറച്ചുകൂടെ കുറഞ്ഞാണോ അത് കൂടിയോന്നറിയില്ല. ഇങ്ങനെ നടക്കാൻ നിൽക്കുന്നത്. മാത്സ് മോഡൽ എനിക്ക് കുറച്ച് ടഫൊക്കെ ഉണ്ടായിരുന്നു, ഇപ്പൊ ഈസി ആയിട്ട് മാറി. 10ാം ക്ലാസ്സിനകത്തും കുറച്ച് ഈസി ആയിട്ട് എത്താൻ തോന്നുന്നുണ്ട്. എക്സാമിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ ഈ +2 ഒക്കെ എക്സാം ഭയങ്കര ടഫാണ്, എൻട്രൻസ് ലെവൽ ക്വസ്റ്റ്യൻസ് ആണ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ കുറേ ഇത് കേട്ടായിരുന്നു. അപ്പൊ ഈ മാത്സ് ഫിസിക്സ് എന്ന് വെച്ചാൽ പണ്ട് മുതലേ എനിക്ക് ചെറുതായിട്ടൊരു മാർക്ക് ഉണ്ടെങ്കിലും ചെറുതായിട്ടൊരു ഇതായിട്ടുള്ള സബ്ജക്റ്റ് ആയിരുന്നു അത് ഈ ഒരു എക്സാമിന്. പക്ഷെ ഞാൻ അതുകൊണ്ട് കുറച്ച് ടെൻഷനിലാണ് പോയത്. പക്ഷെ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വന്നപ്പം എനിക്ക് അത് കണ്ടപ്പം ഭയങ്കര സന്തോഷമായി. എല്ലാം ഏകദേശം അറിയാവുന്ന ക്വസ്റ്റ്യൻസ് നന്നായിട്ട് എഴുതാൻ പറ്റി. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കുറെ ക്വസ്റ്റ്യൻസ് എയിൽ പറഞ്ഞതൊക്കെ വന്നുകൊണ്ട് കുറെ നന്നായിട്ട് എഴുതി എല്ലാം. മാത്സ് എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു, വിചാരിച്ചേക്കായി നന്നായിട്ട് എഴുതാൻ പറ്റി. ക്വസ്റ്റ്യൻസ് എളുപ്പമായത് തന്നെ ഇവിടെ പല പ്രാവശ്യം റിവിഷൻ ചെയ്തുകൊണ്ടാണ്. പിന്നെ തലേ ദിവസത്തെ 3 ക്ലാസ്സുകൾ ഉണ്ടായിരുന്നല്ലോ, അത് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. അതിന് കുറെ ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് വന്നു, അത് നന്നായിട്ട് അറ്റംപ്റ്റ് ചെയ്യാൻ കൃത്യമായിട്ട് ഓർത്ത് നമ്മൾ സ്വന്തമായിട്ടാണ് പഠിക്കുക എന്നുണ്ടെങ്കിൽ ഒരാൾ പറഞ്ഞു തരുമ്പോഴും നമ്മൾ സ്വന്തമായിട്ട് പഠിക്കുമ്പോൾ നമ്മൾ വ്യത്യാസമുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ സ്വന്തമായിട്ട് പഠിച്ചാൽ ഒരുപാടങ്ങ് ഓർമ്മ കിട്ടണമെന്ന് ഉറപ്പില്ല, പക്ഷെ മറ്റൊരാൾ പറഞ്ഞു തരുമ്പോൾ കുറച്ചുകൂടി ഈസിയാണ്. അപ്പോൾ ഈ തലേദിവസത്തെ ക്ലാസ്സൊക്കെ അത് എനിക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിരുന്നു. ഞാൻ ഒരുപാട് സ്ട്രെസ് ചെയ്തൊന്നും ഇരുന്നില്ല ഈ 2 ദിവസം കിട്ടിയപ്പോഴാണെങ്കിലും മാത്സ്. കാരണം ഈ നമ്മുടെ രാത്രിത്തെ ലൈവിൽ കയറുമ്പോൾ തന്നെ ഓൾമോസ്റ്റ് ഓക്കെയാണ് കാര്യങ്ങളെല്ലാം. അപ്പോൾ അതുകൊണ്ട് എനിക്ക് അധികം സ്ട്രെസ് ചെയ്യേണ്ടി വന്നില്ല. എക്സാം പേപ്പർ കണ്ടപ്പോൾ തന്നെ ഒരുപാട് സന്തോഷമായി. കാരണം ഇതിനു മുമ്പ് മറ്റ് സബ്ജക്ട്സ് എഴുതിയതിനേക്കാളും ഒരുപാട് എളുപ്പമായിട്ട് തോന്നി മാത്സ്. അപ്പോൾ കുറേ ക്വസ്റ്റ്യൻസ് ഇപ്പോൾ നവീൻ സാർ തന്നെയാണെങ്കിലും ട്രിഗ്നോമെട്രി എന്നൊക്കെ പറഞ്ഞ ക്വസ്റ്റ്യൻസ് അതുപോലെ തന്നെ വന്നപ്പോൾ ഭയങ്കര സന്തോഷമായി. എല്ലാ സാറുമാരെ ഡിസ്കസ് ചെയ്ത് തന്നു. അപ്പോഴത്തേക്കും സാറ് പറഞ്ഞ് പിന്നെ ഡൊമെയിൻ റീജിയൻ്റെ കണ്ടുപിടിക്കാനുള്ള ഗ്രാഫ് മെത്തേഡ്, അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ അങ്ങനെ തന്നെ വന്നപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഓഫ് ഓൾ എഴുതണേക്ക് മുമ്പ് തന്നെ സന്തോഷമായി. അപ്പോൾ ആ ഒരു കൂൾ ഓഫ് ടൈം നേരത്തെ വായിച്ചു കഴിഞ്ഞു, കാരണം നമുക്കെല്ലാം പരിചയമുള്ള ക്വസ്റ്റ്യൻസ് കൂള് വായിച്ച്
ഇരിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ 1 hour കൊണ്ട് എക്സാം ഞാൻ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം ഞാൻ എക്സ്ട്രാ ക്വസ്റ്റ്യൻസ് എല്ലാം അറ്റൻഡ് ചെയ്തു. നല്ല എക്സാം ആയിരുന്നു. പിന്നെ വിന്നേഴ്സിൽ ഞാൻ 10th ജോയിൻ ചെയ്തത്. ഞാൻ 9th ലാസ്റ്റ് ടൈം ഫൈനൽ റിവിഷന്റെ ടൈമിൽ ഫ്രണ്ടൊക്കെ ഒന്ന് എനിക്ക് പറഞ്ഞെന്ന് ഞാൻ അങ്ങനെ കയറിയതാണ് വിന്നേഴ്സിൽ. അപ്പോൾ അത് ഇഷ്ടപ്പെട്ടപ്പോൾ 10th ക്രാഷ് ഔട്ട് കയറി. അപ്പോൾ ഇപ്പം +1 കഴിഞ്ഞു. ഇനി +2 വിന്നേഴ്സിൽ തന്നെ. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ഹെൽപ്ഫുൾ ആയിരുന്നു ക്ലാസ്. ടീച്ചേഴ്സ് ആണെങ്കിലും ഭയങ്കര സപ്പോർട്ടീവും, ഷാരോ ടീച്ചർ ആണെങ്കിലും പഠിക്കുന്ന സാറുമാരാണെങ്കിലും ഒരുപാട് നന്നായിട്ട് ഒരുപാട് മാർക്ക് സ്കോർ ചെയ്യും. ഞാൻ മാത്സിൽ പണ്ട് കുറച്ച് വീക്കായിരുന്നു. വിന്നേഴ്സിൽ വന്നേ പിന്നെ അങ്ങനത്തെ ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് ഞാൻ ഒരുപാട് താങ്ക്ഫുൾ ആണ്. താങ്ക് യു. എന്തെങ്ങനെ ഉണ്ടായിരുന്നടാ? ബാക്കിയുള്ള സബ്ജക്ട്സ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ ഫിസിക്സ് ആണെങ്കിലും കുറച്ചും കൂടി ഈസി ആയി തോന്നി. പിന്നെ 3 A ക്ലാസ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. ഡെയിലി എക്സാംസ് നല്ല യൂസ്ഫുൾ ആയിരുന്നു. പിന്നെ അവിടെ അപേക്ഷിച്ച് നോക്കുമ്പോൾ നന്നായി മനസ്സിലാവുന്നുണ്ട്. പിന്നെ ടീച്ചേഴ്സ് നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. സാർ ഞാൻ 10th ക്ലാസ്സിലാണ് ഫസ്റ്റ് ജോയിൻ ചെയ്യണത് വിന്നേഴ്സില്. അത് ഞാൻ തന്നെയാണ് പഠിച്ചു 9 വരെ. പക്ഷെ അപ്പോഴത്തെ എനിക്ക് മാത്സ് ആവറേജ് ആയിരുന്നു മാർക്കൊക്കെ. അത്ര മാർക്കൊന്നും ഉണ്ടായിരുന്നില്ല. ഞാൻ 10ലായപ്പോ വിന്നേഴ്സ് ജോയിൻ ചെയ്തതിന് ശേഷം എനിക്ക് നല്ല എളുപ്പമായിരുന്നു. ഭയങ്കര എളുപ്പമായിരുന്നു. ഞാൻ എക്സാം ഒക്കെ ചെയ്യുമ്പോൾ ലാസ്റ്റ് എക്സാം ചെയ്യുമ്പോൾ 3 ടൈപ്പ് റിവിഷനൊക്കെ അതൊക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ആയിരുന്നു എല്ലാ സബ്ജക്റ്റും. പിന്നെ എക്സാം ഒക്കെ ഞാൻ നല്ലോണം എഴുതി ഫുൾ A+ ഒക്കെ കിട്ടി. അത് കഴിഞ്ഞിട്ട് പിന്നെ +1 ആയപ്പോൾ എനിക്ക് ഇത്തിരി ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു, കുറെ ചാപ്റ്റേഴ്സ് ഒക്കെ ഉള്ളത്. പക്ഷേ ലാസ്റ്റത്തെ റിവിഷനില് ഫസ്റ്റ് റിവിഷനിൽ നമ്മൾ വിട്ടുപോയ പോർഷൻസ് സമയത്ത് പിന്നെ എടുക്കുമ്പോഴത്തേക്കും പോയതും കേൾക്കാം ക്ലാസ്സൊക്കെ മിസ്സായി പോയ പോർഷൻസ് ഒക്കെ മനസ്സിലായി. പിന്നെ അതുപോലെ തന്നെ സെക്കൻഡ് ഡിവിഷനിൽ ആപ്ലിക്കേഷൻ ലെവലൊക്കെ ചെയ്തപ്പോൾ തന്നെ പാടായിട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ ഇങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ള ബോധം ഉണ്ടായി. സിമ്പിളായിട്ടൊക്കെ ചെയ്യാനുള്ള രീതിയൊക്കെ മനസ്സിലായി. ഞാൻ 3ാമത്തെ റിവിഷൻ 3 ക്ലാസ് എക്സാമിന് ക്ലാസ് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. നല്ല സിമ്പിളായിട്ട് മനസ്സിലാവുകയും ചെയ്തു. അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വന്നിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ നല്ല സന്തോഷമായിരുന്നു. എന്ന് വെച്ചാൽ അതുപോലെ തന്നെയാണ് മിക്ക ക്വസ്റ്റ്യൻസ് വന്നത്. അതുപോലെ തന്നെ ചില ക്വസ്റ്റ്യൻസ് മാത്രം നമ്പേഴ്സ് മാത്രം മാറ്റം ഉണ്ടായിരുന്നുള്ളൂ. ബാക്കി ചെയ്യേണ്ട മെത്തേഡ്സ് ഒക്കെ അതുപോലെ തന്നെ സെയിം ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമായി. ഒക്കെ അടിപൊളിയായിരുന്നു. A ക്ലാസ്സിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ തന്നെ പോലെ വന്ന് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എക്സാം കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാം എഴുതാൻ പറ്റി, ലോൺ എഴുതാൻ പറ്റി, സൂപ്പറായിട്ട് എഴുതാൻ പറ്റിയിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു. മറ്റെല്ലാ എക്സാം എഴുതി വന്നതിനൊക്കെ ഭയങ്കര ഹാപ്പി ആയിരുന്നു. എനിക്കിവിടെ പറഞ്ഞോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഇതേപോലെ A ക്ലാസ്സിന് കണ്ടിട്ട് അവള് അടുത്ത വർഷം ഉറപ്പായിട്ടും കേറാന്ന് പറഞ്ഞ്. ശരിക്കും അടിപൊളി ക്ലാസ് ആയിരുന്നു. നല്ല അടിപൊളി ക്ലാസ്. ടീച്ചേഴ്സിന്റെ ഫ്രണ്ട്ലി ഒക്കെ സാറന്മാരുടെ ആണെങ്കിലും നല്ല ഫ്രണ്ട്ലി ആണ് എല്ലാവരും. ഞാൻ 10th ലാസ്റ്റ് ക്രാഷ് കോഴ്സിലാണ് ഫസ്റ്റ് കയറുന്നത്. പിന്നെ +1 ആദ്യം ഞാൻ കയറിയില്ല. അന്നേരം എനിക്ക് നല്ല ടഫായിട്ടൊക്കെ തോന്നി. പിന്നെ ഞാൻ ഒരു ക്രിസ്മസ് ടൈമൊക്കെ ആയപ്പോഴാണ് കയറിയത്. അപ്പൊ തൊട്ട് പിന്നെ വീണ്ടും പഴയതുപോലെ തന്നെ നന്നായിട്ട് ചേഞ്ച് ഒക്കെ വന്ന് നല്ലോണം പഠിക്കാൻ പറ്റി. ആദ്യം ഇച്ചിരി നല്ല ടഫായിട്ടൊക്കെയാണ് തോന്നിയിട്ട് +1. പിന്നെ അടിപൊളിയായിട്ട് പഠിക്കാൻ തുടങ്ങി. ഫസ്റ്റ് റിവിഷനിൽ നല്ല മാർക്ക് ഉണ്ടായിരുന്നു. സെക്കൻഡ് റിവിഷനിലും അതേപോലെ തന്നെ വളരെ കുറച്ച് മാർക്കൊക്കെ പോയോളായിരുന്നു. എല്ലാം നന്നായിട്ട് എഴുതി. മാത്സ് ആയിരുന്നു എനിക്ക് ഭയങ്കര ടഫായിട്ടുള്ളത്. 9th സാറും അന്നയും വേറെ ഒരു കുട്ടീനെ മാത്സിന് വിട്ട് കളഞ്ഞേനും. എന്നിട്ട് 10th എന്റെ റിസൾട്ട് കണ്ടപ്പോ സാറ് പറഞ്ഞു, നിന്നെ ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, നിന്നെ എല്ലാം വിട്ട കേസേനു. വിന്നേഴ്സിൽ വരുന്നതിന് മുമ്പ് എനിക്ക് മാത്സ് ഒട്ടും ഇഷ്ടമല്ലേനു. വിന്നേഴ്സിൽ വന്നു കഴിഞ്ഞതിനൊക്കെ പിന്നെ മാത്സ് എനിക്ക് മാർക്ക് കിട്ടൂലെങ്കിലും പഠിക്കാൻ ഭയങ്കര സിമ്പിളായിരുന്നു. ഇപ്പൊ ഇതുവരെ ഞാൻ ജീവിതത്തിൽ എഴുതിയതിൽ വെച്ച് ഇന്നലെ കഴിഞ്ഞ എക്സാമിന്റെ അത്ര ഞാൻ ഒരു ഹാപ്പി ആയ ഒരു മാത്സ് എക്സാം എനിക്ക് ഉണ്ടായിട്ടില്ല. അത്രയും പിന്നെ ഡെയിലി എക്സാമും ടീച്ചേഴ്സിന്റെ ഫോളോ അപ്പും. എൻ്റെ ഒരു ഫ്രണ്ട് വേറെ ഏതോ ഒരു ട്യൂഷൻ്റെ അകത്തുണ്ട്, ഓൺലൈനാണ്. പക്ഷെങ്കിൽ അവർക്ക് തോന്നും എണീച്ച് പോവാ, സ്കിപ്പ് അടിക്കുക. നമുക്കത് പറ്റൂല. നമ്മൾ എണീച്ചിട്ടുണ്ടെങ്കിൽ അപ്പോഴത്തേക്ക് ഇവിടെ കോള് വരും. അതെല്ലാം ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ പഠിക്കുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പാണ്. പിന്നെ വിന്നേഴ്സ് പറയുന്ന പോലെ ടീച്ചിങ് ഫ്രം ദ ഹാർട്ട് തന്നെയാണ്.
അതായത് എല്ലാം നമുക്ക് ഓരോ കുട്ടിക്കും മനസ്സിലാവണോ എന്നുള്ള രീതിയിലാണ് പഠിപ്പിക്കുന്നത്. പിന്നെ അത് മാത്രമല്ല പഠിക്കാൻ ബേക്കോട്ടായ കുട്ടികൾക്ക് സ്പെഷ്യലായിട്ട് നൈറ്റ് ക്ലാസ്സും അവരങ്ങനെ ഇരുത്തി പഠിപ്പിക്കുന്നുണ്ട്. അത് ഭയങ്കര അഡ്വാൻറ്റേജ് ആണ്. പിന്നെ 3 സ്റ്റെപ്പ് റിവിഷൻ ഉണ്ട്, അതും ഭയങ്കര എന്താ പറയണ്ടേ ഒരു വേറെ ലെവൽ തന്നെയാണ്. എനിക്ക് എന്താ പറയാ, ഞാന് മാത്സ് ഒക്കെ ഭയങ്കര വീക്കായിരുന്നു. ഒരു തേങ്ങ എനിക്കറിയില്ലെങ്കിൽ സത്യം പറഞ്ഞാൽ ബേസ് ഒന്നും അറിയില്ലായിരുന്നു. ഇവിടെ വന്നേക്കുന്ന ശേഷമാണ് ശരിക്കും പറഞ്ഞാ ബേസ് ഒക്കെ നന്നായിട്ട് അറിഞ്ഞു. ഈ ഡെയിലി എക്സാം അതാണ് ശരിക്കും പഠിക്കാനായിട്ട് പറ്റിയത് കൂടുതലും. പിന്നെന്താ ഇപ്പൊ കഴിഞ്ഞ എക്സാം നല്ല തന്നെയായിരുന്നു. മാത്സ് നല്ല സിമ്പിളായിരുന്നു. ഫിസിക്സും കെമിസ്ട്രിയും നോക്കുമ്പോ മാത്സ് നല്ല സിമ്പിളായിരുന്നു. എക്സാം ഒന്നും കുഴപ്പമില്ലായിരുന്നു, എല്ലാം സിമ്പിളായിരുന്നു. പിന്നെ ഏറ്റവും ഇഷ്ടപ്പെട്ട എക്സാം മാത്സ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ വിന്നേഴ്സിന്റെ AI ക്ലാസ്സിൽ നല്ല സൂപ്പർ ആയിട്ടുള്ള ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഡിസ്കസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ടെൻഷൻ ഫ്രീ ആയിട്ടുള്ള ഒരു എക്സാം എഴുതാൻ പറ്റി. പിന്നെ ഞാൻ 9th നിന്നാണ് സ്റ്റാർട്ട് ചെയ്തത്. അപ്പോൾ പിന്നെ ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയിരുന്നു. മാത്സ് ഒക്കെ എനിക്ക് അങ്ങനെ പറ്റില്ലായിരുന്നു. പിന്നെ വിന്നേഴ്സിന്റെ 10th മുമ്പുള്ള ബേസിക് ക്ലാസ്സിൽ ചേർന്ന പിന്നെ എനിക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, മാത്സ് ഒക്കെ നല്ല ബേസിക് ഉറപ്പിച്ചു. പിന്നെ 10th നിന്ന് ഗ്രേസ് മാർക്ക് ഇല്ലാണ്ട് ഫുൾ A+ കിട്ടി. അത് വിന്നേഴ്സിന് താങ്ക് യു പറയുന്നു. താങ്ക് യു വിന്നേഴ്സ് കോച്ചിങ് സെന്റർ. എന്തായാലും ഞാൻ ഭയങ്കര ഹൈയിലാണ്ട, തകർത്തില്ലേ പരീക്ഷ. നല്ല ദൈവാനുഗ്രഹം ഉണ്ട്, എല്ലാം ഉണ്ട്. ഓക്കെ, എന്തായാലും നമ്മുടെ എക്സാമും കാര്യങ്ങളൊക്കെ സൂപ്പറായിരുന്നു. ടീച്ചിങ് ഫ്രം ദ ഹാർട്ട് നിങ്ങൾക്ക് തരാൻ പറ്റിയതിനും ഒരു കൊല്ലം എൻ്റെ മക്കള് എൻ്റെ കൂടെ ഉണ്ടായിരുന്നതിനും മക്കൾക്ക് പറഞ്ഞു തരാൻ പറ്റിയതിനും അങ്ങേറ്റം സന്തോഷമുണ്ട്.